ജൂലൈ മാസത്തിലെ മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം വത്തിക്കാൻ പുറത്തുവിട്ടു. മനുഷ്യജീവനോടുള്ള ആദരവിനായി പ്രാർത്ഥിക്കാൻ പാപ്പ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുകയാണ്. മനുഷ്യജീവൻ ദൈവത്തിൻ്റെ അമൂല്യ ദാനമാണ് എന്നും വിശ്വാസികളോട് ലയോ 14 പാപ്പ പറയുന്നു. അഭയ, എന്തൊക്കെയാണ് വിവരങ്ങൾ? റൂബിൻ, എല്ലാ മാസവും മാർപ്പാപ്പയുടെ ആഗോള സഭയുടെ തലവൻ്റെ ഒരു പ്രത്യേക പ്രാർത്ഥനാ നിയോഗമുണ്ടാകും. ലോകം മുഴുവൻ മാർപ്പാപ്പയോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരു അവസരമാണിത്. ആ ഒരു സന്ദേശത്തിൽ ഊന്നിയായിരിക്കും മാർപ്പാപ്പയുടെ ആ ഒരു മാസത്തെ പ്രാർത്ഥനാ നിയോഗം മുഴുവൻ. അത്തരത്തിൽ ജൂലൈ മാസത്തിലെ ലയോ 14 പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം വത്തിക്കാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. മനുഷ്യജീവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, മനുഷ്യജീവന് നൽകേണ്ട ആദരവിനെക്കുറിച്ചുള്ള ഒരു സന്ദേശത്തിൽ ഊന്നിയതായിരുന്നു ജൂലൈ മാസത്തിലെ ലയോ 14 പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം എന്ന് പറയുന്നത്. ഇതിൽ മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്: മനുഷ്യജീവൻ എല്ലാ ഘട്ടങ്ങളെയും ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന ഒരു ആഹ്വാനമാണ് ഈ ജൂലൈ മാസത്തിലെ മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം അടങ്ങിയ വീഡിയോ സന്ദേശം വത്തിക്കാൻ പുറത്തുവിടുമ്പോൾ വിശ്വാസികളോടുള്ള ലയോ 14 പാപ്പയുടെ ഒരു ആഹ്വാനം എന്ന് പറയുന്നത്. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ ഓരോ മനുഷ്യജീവനും ദൈവത്തിൻ്റെ അമൂല്യദാനമാണെന്ന് തിരിച്ചറിയുകയും അത് സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികളോടും പാപ്പ ഇതിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. പാപ്പയുടെ വേൾഡ് വൈഡ് പ്രെയർ നെറ്റ്വർക്കിൻ്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കുന്ന പ്രേ വിത്ത് പോപ്പ് എന്ന ആ ഒരു പാപ്പയുടെ പ്രതിമാസ പ്രാർത്ഥനാ നിയോഗ വീഡിയോയിലൂടെയാണ് ഈ ഒരു സന്ദേശം പാപ്പ ലോകമെങ്ങുമുള്ള വിശ്വാസികളോട്, പ്രത്യേകിച്ച് ക്രൈസ്തവരോട് പാപ്പ മുൻപോട്ട് വെക്കുന്നത്. അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഭൂമിയിലെ യാത്രയുടെ അവസാന ശ്വാസം വരെ ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ മുഖം പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധ ദാനമാണെന്ന് പാപ്പ ഈ ഒരു വീഡിയോ സന്ദേശത്തിൽ ഓരോ വിശ്വാസിയെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും അതുല്യവും ആവർത്തിക്കാനാവാത്തതുമായ മൂല്യം തിരിച്ചറിയാനും സംരക്ഷിക്കുവാനും കൃപയ്ക്കായി പ്രാർത്ഥിക്കണമെന്നും, അതായത് മനുഷ്യജീവൻ ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള ഓരോ മനുഷ്യജീവിതത്തിൻ്റെയും മൂല്യം തിരിച്ചറിയുവാൻ ലോകത്തിലുള്ള ഇന്ന് മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യജീവന് നൽകേണ്ട പ്രാധാന്യവും അല്ലെങ്കിൽ മനുഷ്യജീവന് നൽകേണ്ട മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു മൂല്യം മനുഷ്യരിലേക്ക് വീണ്ടെടുക്കപ്പെടുവാൻ, മനുഷ്യ മനസാക്ഷിയിലേക്ക്, മനുഷ്യ ഹൃദയത്തിലേക്ക് വീണ്ടെടുക്കപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം എന്ന ശക്തമായ ഒരു ആഹ്വാനമാണ് മാർപ്പാപ്പ മുന്നോട്ട് വെക്കുന്നത്. ജീവനെ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ സ്വീകരിക്കുവാനും ദുർബലരെയും നിസ്സഹായരെയും സ്നേഹത്തോടെ പരിചരിക്കുവാനും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തെയും ബഹുമാനിക്കുവാനും ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ധൈര്യപൂർവ്വം നിലകൊള്ളുവാനും ക്രൈസ്തവരെ പാപ്പ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിസ്സംഗതയിലേക്കും വലിച്ചെറിയൽ സംസ്കാരത്തിലേക്കും വീണു പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ സ്നേഹത്തിന് അർഹരായ ഓരോ വ്യക്തിയും സ്നേഹത്തിന് അർഹരാണെന്നും ഓരോ വ്യക്തിയും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുമുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാനും അത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും സംരക്ഷിക്കുവാനും ഓരോരുത്തർക്കും കഴിയണമെന്ന വലിയൊരു സന്ദേശവും പാപ്പ ഈ വീഡിയോ സന്ദേശത്തിലൂടെ ജൂലൈ മാസത്തെ പ്രാർത്ഥനാ നിയോഗത്തിലൂടെ നൽകുന്നുണ്ട്. ജീവിതത്തിലെ എപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പുതിയ ഹൃദയവും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പുതിയ കരങ്ങളുമുള്ളവരായി നാം ഓരോരുത്തരും രൂപാന്തരപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും പാപ്പ ഈ ഒരു സന്ദേശത്തിൽ പ്രത്യേകം നൽകുന്നുണ്ട്. അതുമാത്രമല്ല, സഭ സുവിശേഷത്തിലെ ജീവന്റെ സന്ദേശത്തെ മുറുകെ പിടിക്കുന്ന ലോകത്തിന് മുഴുവൻ സാക്ഷികളായി മാറേണ്ട ഒരു സഭയുടെ ഉത്തരവാദിത്വത്തെയും പാപ്പ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. ഓരോ ജീവനും ആഘോഷിക്കപ്പെടുകയും ആരും മൂല്യമില്ലാത്തവരല്ല, ആരും അനാവശ്യമായിട്ടുള്ള ഒരു ജീവിതമല്ല. ഈ ഭൂമിയിൽ ഓരോരുത്തരും മൂല്യമുള്ളവരാണ്, ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്ന മനുഷ്യാന്തസ്സിൻ്റെ വലിയൊരു മൂല്യത്തെ അല്ലെങ്കിൽ മനുഷ്യജീവനെ സംരക്ഷിക്കേണ്ടതിൻ്റെ വലിയൊരു പ്രാധാന്യത്തെയും പാപ്പ തുറന്നു പറയുന്നുണ്ട്. അതുപോലെ മാത്രമല്ല സഭാഭവനത്തിലേക്ക് എല്ലാവരും സ്വീകാര്യരാണെന്നും എല്ലാവരെയും സ്വീകരിക്കുവാനുള്ള ഒരു തുറന്ന മനസ്സാണ് സഭയ്ക്കുള്ളതെന്നും പാപ്പ പ്രത്യേകം ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ഓരോ മനുഷ്യനും നമ്മുടെ പൂർണ്ണ സമർപ്പണത്തിന് അർഹനാണെന്നും ഓരോ വ്യക്തിയെയും ചേർത്ത് പിടിക്കേണ്ട വലിയൊരു ആഹ്വാനത്തെക്കുറിച്ചുമാണ് ലോക സമൂഹത്തോട് പാപ്പ ഉറക്കെ പറയുന്നത്. അപ്പോൾ മനുഷ്യജീവന് നൽകേണ്ട ദൈവത്തിൻ്റെ ദാനമാണ് മനുഷ്യജീവൻ എന്ന വലിയ ബോധ്യത്തോടെ ഓരോ മനുഷ്യനെയും ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ വലിയ ആവശ്യകത, അതിനുവേണ്ടി ലോക മനസാക്ഷി ഒരുങ്ങുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ലയോ 14 പാപ്പ ജൂലൈ മാസം ആഗോള വിശ്വാസി സമൂഹത്തിന് മുമ്പിൽ തുറന്നു നൽകുന്നത്. റോബിൻ.